ഒരു സ്കൂൾ ബസ് കിലോമീറ്ററുകളോളം കത്തിയമർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൊടും കാടിന് നടുവിൽ പെട്ടുപോവുകയാണ്. ആ ഒരു ബസ്സിനുള്ളിൽ 22 കുട്ടികളും ഒരു ടീച്ചറും ഒരു ഡ്രൈവറുമാണ് ഉള്ളത്. അവർക്ക് ചുറ്റും അഗ്നിപർവ്വതം പോലെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയാണ്. ഈ ഒരു ചുറ്റുപാടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു നരകതുല്യമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ആ 22 കുട്ടികളെയും ആ ടീച്ചറെയും രക്ഷിക്കുന്നതിനായിട്ട് കെവിൻ എന്ന ബസ് ഡ്രൈവർ നടത്തുന്ന സാഹസങ്ങളെ പറ്റിയിട്ട് പറയുന്ന ഒരു മികച്ച സർവൈവർ ത്രില്ലർ സിനിമയാണ് ദി ലോസ്റ്റ് ബസ് എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക്. ആപ്പിൾ TV പ്ലസിലൂടെ ഈ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സർവൈവർ ത്രില്ലർ സിനിമ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് കഴിയുന്ന ഒരു സിനിമയാണ് ദി ലോസ്റ്റ് ബസ് എന്ന് പറയുന്നത്. 2018 കാലിഫോർണിയയിൽ നടന്നിട്ടുള്ള ക്യാമ്പ് ഫയർ എന്ന് പറയുന്ന റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. മേക്കിംഗ് വൈസും അതോടൊപ്പം തന്നെ കഥയിൽ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് വൈസും ഒക്കെ വളരെ ടോപ്പ് നോച്ചായിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ദി ലോസ്റ്റ് ബസ് എന്ന് പറയുന്നത്. മേക്കിംഗ് വൈസ് നമുക്ക് ഒന്നും തന്നെ പറയാനില്ല, അത്രയും ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ അത്രയും ടോപ്പായിട്ടാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. സാധാരണക്കാരനായിട്ടുള്ള കെവിൻ എന്ന് പറയുന്ന ഒരു ബസ് ഡ്രൈവറിന് ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടി വരികയാണ്. കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന കൊടും കാടിനുള്ളിൽ നിന്ന് അല്ലെങ്കിൽ കത്തിയമർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തിനുള്ളിൽ നിന്ന് 22 കുട്ടികളെയും അതോടൊപ്പം തന്നെ ആ ഒരു കുട്ടികളുടെ ടീച്ചറെയും സുരക്ഷിതമായിട്ട് അവരുടെ പേരൻസിന് മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം. ഈ ഒരു ദൗത്യം പൂർത്തിയാക്കുന്നതിനായിട്ട് കെവിൻ എന്ന് പറയുന്ന ബസ് ഡ്രൈവർ കാണിക്കുന്ന സാഹസങ്ങളാണ് അല്ലെങ്കിൽ അദ്ദേഹം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു സിനിമ ത്രൂ ഔട്ട് പറഞ്ഞു പോകുന്നത്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ശ്വാസം അടക്കി പിടിച്ച് കാണുക എന്ന് പറയുന്ന ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത്. കാരണം അത്രയധികം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു സിനിമയിൽ ഉടനീളം നമ്മൾ കാണുന്നത്. യഥാർത്ഥമായിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഡയറക്ടറായിട്ടുള്ള പോൾ ഗ്രീൻഗ്രാസ് ഈ ഒരു സിനിമയെ പുനർസൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കടബാധ്യതകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വെറും സാധാരണക്കാരനായിട്ടുള്ള കെവിൻ എന്ന് പറയുന്ന ഒരു ബസ് ഡ്രൈവർ എങ്ങനെയാണ് 22 കുട്ടികളുടെയും അതോടൊപ്പം തന്നെ ആ ഒരു ടീച്ചറിൻ്റെയും ഒക്കെ രക്ഷകനായിട്ട് മാറിയത് എന്നാണ് ഈ ഒരു സിനിമ നമുക്ക് കാണിച്ചു തരുന്നത്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ദി ലോസ്റ്റ് ബസ് എന്നും കൂടെ നമുക്ക് പറയാനായിട്ട് കഴിയും. സോ ഈ ഒരു ചിത്രം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചിത്രമാണ് ദി ലോസ്റ്റ് ബസ് എന്ന് പറയുന്നത്. നിങ്ങൾ സർവൈവർ ത്രില്ലർ കാറ്റഗറി മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം അത്രയും പീക്ക് ലെവൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ചിത്രം സമ്മാനിക്കുന്നത്. സോ ഒരു മസ്റ്റ് വാച്ച് ഫിലിം ആണ് എന്ന് തന്നെ നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയും. സോ കാണുമ്പോൾ നല്ലൊരു സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ സമ്മാനിക്കുന്നത്. സോ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. Until then, it's me Jaswin from Secret Book signing off.